പഠിക്കണ പേര് പറഞ്ഞിട്ട് മീശ കയറിയ ഡ്രസ്സ് നോക്കിക്കും. അമ്മ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ്. നന്ദുരുമായിട്ട് നേരെ നമ്മളെ വീട്ടിലേക്ക് നട്ടുച്ചയ്ക്കല്ല ഒരു 11 മണിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓ ചെമ്പ്രമല ഉണ്ട്. ചെമ്പ്രമലേൻ്റെ ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ. മഴയൊന്നും ഇല്ലാത്തപ്പോൾ ആകാശം നല്ല ക്ലീനായി കിടക്കുകയാണ്. ആ ഭാഗത്ത് ഈ ഭാഗത്ത് കാർമേഘം ചെറുതായിട്ട് വരുന്നുണ്ട്. അത് കാർമേഘം ഇല്ലാത്തതുകൊണ്ട് അടിപൊളിയായിട്ട് നല്ല വ്യൂ കിട്ടുന്നുണ്ട്. വീട്ടിലെത്തിയിട്ട് അമ്മൂമ്മ ഇന്നലെ കൊണ്ടുവന്ന ചിപ്സ് അപ്പോൾ ഈ ചിപ്സ് നിന്നുകൊണ്ട് വയ്ക്കാം. പച്ചക്കറി വണ്ടി വന്നിട്ടുണ്ട്. അമ്മ പച്ചക്കറി മേടിക്കാൻ പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അങ്ങോട്ടാണ് പോയിക്കണം. ചിപ്സ്, കേരള ചിപ്സ്, ബനാന ചിപ്സ്. പോട്ടെ, ഇറച്ചിക്കറി ഇന്നത്തെ ഇറച്ചിക്കറി എവിടെ വെച്ചേ? എവിടെ വെച്ചു? നല്ല ഉറക്കം കഴിഞ്ഞ്. മുടിൻ്റെ കാല് നോക്ക്. അമ്മ എപ്പോൾ ഡ്രസ്സ് എടുക്കാനാ? നാളെ ഡ്രസ്സ് എടുക്കാനാ? നാളെ പോവാനാ? നാളെ ഡ്രസ്സ് എടുക്കാൻ പോവാനി. ഡ്രീം കേക്ക് പിസ്സ ഒന്നും കേട്ടല്ലോ. ഞങ്ങള് 2 പീസ് വെച്ചിരുന്നു. പിസ്സക്ക് 2 പീസ്, പിന്നെ ബർഗർ. ഒരു പീസ് മൊത്തം? ഒരു പീസാ? അതായത് എത്ര? ചെറിയ റൗണ്ട് അല്ലേ? എന്നാ വലുത് എത്ര രൂപ? 299. വലുത് 299. എത്ര? ഇതിനെത്ര? നോട്ടെ, ഇതെടുക്കണ്ട. ഇതെന്റെ വാക്സാണ്. ഞാൻ ഇതും സൺസ്ക്രീന്. ഇതെന്താ ചെലങ്കിയ പോലത്തെ? എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുക. സൺസ്ക്രീന്, ഗ്രാമ്പു, അല്ല, അപ്പൊ ഇതെന്താ ചോക്ലേറ്റ് പോലത്തെ സാധനം? ലിപ്സ്റ്റിക്. അത്ര എത്ര? ഏതാ മേക്കപ്പ് സെറ്റ്? ഇതെന്തിനുള്ള? ഇതെന്താ ഇത് കറുപ്പ് കളറൊക്കെ? അതിന്റെ തുണിയാണ്. പുതിയ മേടിച്ചാ? ഇതാണ് നിന്റെ ഓണക്കോടി? ഇതോ? ഇനി വാങ്ങും. അമ്മൂമ്മ മേപ്പാടി പോകും പറഞ്ഞു. അച്ഛൻ്റെ പൈസ കിട്ടി അച്ഛനും വാങ്ങി. അപ്പണാൻ പൊട്ടനല്ലേ? ഇതില്ലേ കാണിച്ചാ. ഇതെടുത്തിട്ട് എത്ര കൊല്ലം അറിയോ? 2024-23 എടുത്താ. പോസ്റ്റ് ഉണ്ട്, ത്രെഡ്സിൽ പോസ്റ്റ് ഉണ്ട്. ഇത് ഈ കൊണ്ടുവന്നപ്പോൾ എടുത്ത ഫോട്ടോ ഉണ്ട്. ഇത് 2024 2023 എടുത്താ. അറിയോ? പിന്നെ ഇത് 2024. നിന്റെ ഡ്രസ്സ് കാണിക്ക്. കുറേ ജോഡിയുണ്ട്. 1 2 3 4 5 6. ഈ പാൻറ് അവിടെ കണ്ടിക്കണല്ലോ. 7 8 9 10. 20 ഉണ്ട്. എൻ്റെ ഉള്ളത് ഈ ഷർട്ട് 1 2. പിന്നെ കറുപ്പ് ഷർട്ടുണ്ട് 3. ഒരു കറുപ്പ് ഷർട്ടുണ്ട്, അത് 3. പിന്നെ പാൻറ് എൻ്റെ കറുപ്പ്. ഇതെൻ്റെ അല്ല, ഇത് അപ്പടീൻ്റെ. പിന്നെ പാൻറ് ഇതെൻ്റെ പാൻറ്. ഈ 1. പിന്നെ പിന്നെ ഈ കറുപ്പ് എനിക്ക് ഇടാൻ തന്നത്. ഇത് മറ്റേതല്ലേ? മറ്റേ കീറിയല്ലോ. അത് ഇത് അപ്പടീൻ്റെ. അപ്പം എനിക്കൊരു പാൻറ്റുള്ളൂ ഇടാൻ. എനിക്കൊരു പാൻറ്റുള്ളൂ ഇടാൻ.
അല്ല ഞാൻ 10 രൂപ കിട്ടിക്കണം. അമ്മ കോള് അഖിൽ എന്റെ നെറ്റ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. ഒന്ന് ഓണാക്ക്. നാളെ ഞാന് പുതിയതെടുക്കും. നീ വില കൂടിയത് എടുക്കണോണ്ടേ ഞാന് വില കൂടിയത് കൊണ്ടാ ഞാൻ എടുക്കണത് മൊത്തം വില കുറഞ്ഞതാ. അത് നീ എത്ര 100 രൂപയുടെ ഉടുപ്പ് എടുക്കണേ? 100 രൂപേന്റെ ഡ്രസ്സ് ഞാൻ മറ്റേ വാങ്ങിയിട്ട് മറ്റേ കുർത്തിയൊക്കെ 100-ന്റെയാ. കുർത്തേ കുർത്തി ഇതൊക്കെ 100-ന്റെയാണ്. ഞാൻ ഇങ്ങനത്തെ 2-3 ഞങ്ങൾക്ക് 100 രൂപയ്ക്ക് ഒരു ഷെഡ് കിട്ടുള്ളൂ. പേനൊക്കെ 1000 എത്രയാ? എനിക്ക് ഞാൻ ഇടുന്നില്ല അധികം എനിക്കിടാൻ ഒറ്റ പാൻ്റല്ലേ ഉള്ളൂ. പാൻ്റൊക്കെ ഇവിടെ ഇടണെന്ന് പറഞ്ഞിട്ട് എനിക്കിടാൻ ഒറ്റ പാൻ്റുണ്ട്. ഇവിടെയില്ലേ ഇപ്പൊ സൺസ്ക്രീൻ എടുക്കും. ഇപ്പൊ എത്ര 8 മണി 8:30 8:45 ആയിക്കണേ. സൺസ്ക്രീൻ ഇപ്പോഴായിരുന്നേ. ഞാൻ രാവിലെ ഇട്ടിട്ട് പോയേ. ഇങ്ങോട്ടേക്ക് ഈ ഭാഗത്തേക്ക് ഐഷ് ഏതാ ഐഷ് ഏതാണ് അറിയാ. ഇവിടെ വെക്കേഷൻ ആയാലും ഇവിടെ കുട്ടികളൊക്കെ വരുമ്പോല്ലേ ഇവിടെ എന്താക്കും കുട്ടികളത്തെ കുറവാൻ കൊണ്ടിട്ട് തല്ലുണ്ടാകും. കുട്ടികളൊക്കെ കരയിപ്പിച്ചു വിടും. ചെറിയ കുട്ടികളൊക്കെ കരയിപ്പിച്ചു വിടും അല്ലേ? ശരിയല്ലേ? ഇത് ചുവപ്പ് കളറായിരുന്നു അറിയോ? ചുവപ്പ് ഞാൻ വന്നില്ല ഇത് വാങ്ങാന്. ഇത് ചുവപ്പായിരുന്നു. ഇപ്പൊ ഇട്ടിട്ട് കളറ് പോയതാ. ഇതെന്റെ അല്ലേ? അല്ല ആ ശൗന്തള അത് ഞാൻ മേടിച്ചല്ലേ? അല്ല എനിക്ക് ഓണപ്പരിപാടി കിട്ടിയതോ. ഓണപ്പരിപാടിക്ക് ആരാന്ന്? മുത്താക്കൻ്റെ അടുത്ത്. നീ ഇവിടുന്ന് വരച്ച് ട്രെയിനിങ് ചെയ്യണ ഞാൻ കണ്ടതാണ്. എന്താ വരയ്ക്കുന്നത്? അതാണ് വരയ്ക്കേണ്ടത്. അല്ലാണ്ട് ഇവിടുന്ന് വരച്ച് അവിടെ പോയി പ്രാക്ടീസ് ചെയ്തിട്ട് അവിടെ പോയി വരയ്ക്കലൊന്നല്ല. നീ ഇവിടുന്ന് വരച്ച് ഞാൻ കണ്ടിക്കണേ. ചടച്ചിക്കണ്. ആണും കൂട്ടുകാരനും ട്രോഫിയിലുണ്ടേ. ഇപ്പൊ അത് എനിക്ക് മറ്റേ ട്രോഫി. ഇതല്ല അതല്ല. കെണി ഇത് എവിടെ നിന്ന് കിട്ടിയതാ? ഇത് പറയാ ഈ ചിത്രം നീ വരച്ചില്ല? എവിടുന്ന്? എവിടുന്ന്? ഒരു ചെരുപ്പ് വാങ്ങിക്കട്ടോ. ചെരുപ്പാണോ ഷൂ ആണോ? ഷൂ വാങ്ങാനുള്ള പൈസ ഒന്നും ഉണ്ടാവില്ല. നിനക്കൊരു ഫാൻ്റെ ഒരു ഷർട്ടും ഒരു നല്ല 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 ചെരുപ്പ് വാങ്ങിക്കോ. ഫാന്റും ഷർട്ടും ചെരുപ്പും പ്രതീക്ഷിച്ച അപ്പൂന് 1000 രൂപ കൊടുത്തു. 1500 കൊടുത്തിട്ടുള്ളൂ. കിങ്ങിണിക്ക് 1500 കൊടുത്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് 2500 തരുന്നേ. എനിക്കൊന്നും ഇടാനൊന്നുമില്ല. തന്നെ തന്നത്. 30-ാം തീയതി ഡ്രസ് തരും. ഏത് നമ്മള് പഠിക്ക ഗണിതം ഗണിതല്ലേ? രസതന്ത്രം. ഇതൊക്കെ നിങ്ങള് കാണുന്ന പോലെയല്ല, പഠിക്കണ ആളാ. അയക്കറിയില്ല. ഫുള്ളും കിട്ടിയിട്ടൊന്നുമില്ല. ഞാൻ അത്ര പഠിപ്പിയൊന്നും അല്ല. കണ്ടോ പഠിക്കണ പേര് പറഞ്ഞിട്ട് മീശോ കയറിയ ഡ്രസ്സ് നോക്കിക്കും. അമ്മ കിങ്ങിണിയാ ബുക്ക് തുറന്നു വെച്ചിട്ട് മീശോ ആണ് കണ്ടോണ്ടിരിക്കണേ. ഇവിടെ മീശോ 24 ജെയ്സി എന്തിനാ? ജെയ്സി മറ്റേ വലിയ റൗണ്ടുള്ള വളയും ഇടാനോ അത് കമ്മലിടാനോ? ഞാൻ പറഞ്ഞതിനോട് ഇടുന്നേന്ന്
ജയിച്ച മേടിക്കണ്ട കേട്ടോ, ചാലിയാണ്. ജയിച്ചടിച്ച് അത് ഞാൻ എടുക്കും. ഇത് വാങ്ങിയപ്പോ എനിക്ക് സ്പോർട്സിന് മുമ്പ് അവിടെ പോയി ഡ്രസ്സ് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞിട്ട് പോയാൽ മതി. 100 രൂപ ജേഴ്സി ഒക്കെ ഉണ്ട് അവിടെ എവിടെ ടൗണില്. നിനക്ക് അതിന് വേണം? ഇതന്നെ 504 രൂപ. ഓർഡർ ചെയ്യാൻ പഠിച്ച ഫുള്ള് ഓർഡർ ചെയ്യുന്ന കേട്ടോ. എത്ര കാലം ഉണ്ടാവും ഈ ഓർഡർ ചെയ്യല്? സെയില് നടക്കാൻ നോക്കും. നമ്മൾ ഓർഡർ ചെയ്യും. മണി 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 മണി. കറി എന്താ വെച്ചേ? കറി എനിക്കറിയില്ല. അമ്മ കറി എന്താ വെച്ചേ? വറുത്തോ? മീനേതാ? മീനേതാ? ആ ഞാനതില് ചപ്പാത്തിയും കൂട്ടി തിന്നു. എനിക്ക് കിട്ടിയില്ല. എനിക്ക് നീ ഇന്നലെ ഇരുന്നോ? നീ ഇന്നലെ തിന്നില്ലേ? ഇന്നലെ ഞാൻ താഴെ പോയത് പൊട്ടിച്ചേ. ആ ഇന്നലെ നീ തിന്നാത്ത പോയത് എന്റെ കുറ്റാ. നീ തിന്നാത്ത എന്റെ കുറ്റാ. രാവിലെ നീയാണല്ലോ അമ്പലത്തിൽ പോയത്. രാവിലെ നീയാണല്ലോ തിന്നത്. അമ്പലത്തിൽ പോയിട്ട് എന്നിട്ട് തിന്നില്ലേ? അമ്പലത്തിൽ പോയത് ഞാൻ നേരെ അങ്ങോട്ട് പോയി. എങ്ങോട്ട്? ഞാൻ കണ്ടല്ലോ അവിടെ. പിന്നെ ഡ്രസ്സിന്റെ അമ്പലത്തിൽ ഒന്നും മാറ്റില്ല. നീ ഇറച്ചി തിന്നണ്ട, അവിടെ ഞാൻ മാറ്റി വെച്ചിരുന്നു. എല്ലാവരും ചോറ് കഴിച്ചു. പിന്നെ ഞാൻ ചോറ് കഴിക്കാന്നില്ല, എനിക്ക് വിശപ്പുണ്ടല്ലോ. വൈകുന്നേരം മിച്ചറുണ്ട്, പിന്നെ 2 നേന്ത്രപ്പഴം. ഞാൻ 2 നേന്ത്രപ്പഴം തിന്ന്. പിന്നെ ചപ്പാത്തി, കുറേ ചപ്പാത്തി പീസീസാക്കി ഇറച്ചി കറിയും കൂട്ടി തിന്ന്. പിന്നെ അതൊക്കെ തിന്നുണ്ട്, വയറ് ഫുള്ളായി. അങ്ങനെ ചോറ് കഴിക്കാനല്ലേ. ഗുളിക കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന പോലെ ഗുളിക കഴിക്കണം എന്നാണ്. നമ്മൾ ഇന്നൊരു ദിവസം പോട്ടെ, ഇന്ന് ഫുഡ് കഴിച്ചില്ല. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ബാക്കി നല്ല വ്ളോഗായിട്ട് നാളെ കാണാം ഗൈസ്. ബൈ ബൈ ബൈ.